Next question, 14th question. Find the number of different 8-letter, find the number of different 8-letter arrangements, find the number of different 8-letter arrangements that can be made from the letters of the word. Find the number of different 8-letter arrangements that can be made from the letters of the word daughter, so that find the number of different 8-letter arrangements that can be made from the letters of the word doctor, so that രണ്ട് പാട്ടുണ്ട്. All vowels occur together. All vowels occur together. All vowels occur together. B. All vowels do not occur together. All vowels do not occur together. Do not occur together. All vowels do not occur together. അപ്പം നമുക്ക് ഡോക്ടർ എന്നുള്ള വാക്കിൻ്റെ അകത്ത് 8 ലെറ്റേഴ്സാണ് ഉള്ളത്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ്, ഈ 8 ലെറ്റേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ, വവൽസ് എല്ലാം ഒരുമിച്ച് വരുന്നു. രണ്ടാമത്തേൻ്റെ അകത്ത് വവൽസ് ഒന്നും ഒരുമിച്ച് വരുന്നില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം വവൽസ് ഒരുമിച്ച് വരുന്നത് നോക്കാം. അപ്പോൾ വവൽസ് ഒരുമിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയേ, 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ്, ടോട്ടൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ എത്ര വവൽസ് ഉണ്ട്? എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ മിച്ചമുള്ളത് ഡി എ ജി എച്ച് ടി ആർ. അപ്പം 3 വവൽസാണ് അതിനകത്തുള്ളത് അല്ലേ. 3 വവൽസ് ഉണ്ട്. അപ്പം നമുക്ക് വവൽസ് എല്ലാം ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞാൽ ഈ വവൽസിനെ എല്ലാം കൂടെ നമ്മൾ ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. മിച്ചമുള്ള 5 വേറൊരു സെറ്റ്, 1 2 3 4 5. അപ്പം വവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞാൽ ഇത് എവിടെ വേണമെങ്കിലും വരാം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ഡി കഴിഞ്ഞിട്ട് വവൽ വരാം അല്ലേ. അത് ഏത് പൊസിഷനിൽ വരാം, പക്ഷേ ഈ വരുന്നത് ഒരുമിച്ച് വരണം. അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ വവൽസ് 3 കൂടെ ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക. വവൽസ് 3 കൂടെ ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ ഈ 5 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ കൂടെ ഈ വവലും കൂടെ വരുമ്പം മൊത്തം ആ വവലിൻ്റെ ആ ഒരു സെറ്റിനെ നമ്മൾ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് 6 ലെറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്രണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ബാക്കി നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം 8 ലെറ്റേഴ്സാണ് ഉള്ളത്. അതിൽ 3 ലെറ്റേഴ്സ് വവലാണ് അല്ലേ. 8 ലെറ്റേഴ്സ് ഉണ്ട്, 3 വവൽസ് ആണുള്ളത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് വവൽസ് ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞാൽ ആ വവൽസിനെ നമ്മൾ ഒറ്റ ലെറ്ററായിട്ടും ബാക്കിയുള്ള 5 5ആയിട്ട് കൺസിഡർ ചെയ്യണം. 1 2 3 4 5. അപ്പോൾ ഈ ഒരു സെറ്റും കൂടെ ഉള്ള അറേഞ്ച്മെൻറ്റാണ് നമുക്ക് നോക്കേണ്ടത്. ഈ 5 അപ്പം മൊത്തം എത്രയാണ്? ഇതിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്ത് ഇത് 5ആയിട്ടും കൺസിഡർ ചെയ്ത് ടോട്ടൽ 6 ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? 6 നമ്മൾ എടുക്കുവാണെങ്കിൽ 6p6 അല്ലെങ്കിൽ 6 ഫാക്ടോറിയൽ ബേസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വവൽസ് തന്നെ നമുക്കറിയാം, 3 വവൽസ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. എയും യുവും ഇ. അപ്പോൾ നമുക്കതിനെ എ യു ഇ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ഇ യു എന്ന് എഴുതാം, അല്ലെങ്കിൽ യുവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തുടങ്ങാം, അല്ലെങ്കിൽ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം എത്രയാണ്? 3 ഫാക്ടോറിയൽ രീതിയിൽ അതിനെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ വവൽസിനെ അതിൻ്റെ അകത്ത് തന്നെ, അതായത് വവൽസ് നമ്മൾ ഒരുമിച്ച് ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്താൽ അതിനെ തന്നെ നമുക്ക് 3 ആ വവൽസ് തന്നെ ഇപ്പോൾ എ യു ഇ എന്ന് വെച്ച് നമ്മൾ എടുക്കാം, എ ഇ യു എന്ന് എടുക്കാം, ഇനി ഇ എ യു എടുക്കാം, ഇ യു എ എടുക്കാം, പിന്നെ യു എ ഇ എടുക്കാം, യു ഇ എ എടുക്കാം. അപ്പോൾ നമുക്കത് 3 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിനി പറയാം. അപ്പോൾ ആൻസർ എഴുതിക്കോ. There are 8 different letters, of which 3 are vowels. There are 8 different letters, of which 3 are vowels. Of which 3 are vowels. Since the vowels have to occur together, since the vowels have to occur together, since the vowels have to occur together,
we can assume them as a single object. We can assume them as a single object. എന്നിട്ട് ബ്രാക്കറ്റിൽ AUE for the time being. We can assume them as a single object for the time being. Since the vowels have to occur together, we can assume them as a single object AUE for the time being. This single object together with the 5 remaining letters, this single object together with the 5 remaining objects will be counted as 6 objects. Will be counted as 6 objects. This single object together with 5 remaining objects will be counted as 6 objects. This single object together with 5 remaining objects will be counted as 6 objects. Then we count permutation of these 6 objects. Permutation of these 6 objects taken all at a time. Then we count permutation of all these 6 objects taken all at a time. This would be 6p6. This would be 6p6, which is equal to 6 factorial. അടുത്ത ലൈനിൽ corresponding to each of these permutation, we shall have 3 factorial permutation of the 3 vowels. Corresponding to each of these permutation, we shall have 3 factorial permutations of the 3 vowels A, U, E taken all at a time. Taken all at a time. Corresponding to each of these permutation, we shall have 3 factorial permutation of the 3 vowels A, U, E taken all at a time. അതായത് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ 1, 2, 3, 4 ഇവിടെയാണ് വവൽ വന്നത്, ഈ ഒരു പൊസിഷനിൽ. അപ്പോൾ ഇവിടെ ഡി വരാം, ഇവിടെ ടി വരാം, ഇവിടെ ആർ വരാം, ജി വരാം, പിന്നെ എ, യു, ഇ, ഇനി എച്ച് വരാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ തന്നെ നമുക്ക് ഇതിനെ ഈ ഒരു നമ്പർ മാത്രം, ഇത് മാത്രം നമുക്ക് പല രീതിയിൽ കിട്ടിയാലേ ഈ ഒരു പർട്ടിക്കുലർ ഡിയും ടിയും ആറും ജിയും എച്ചും ഇതേ പൊസിഷൻ നിൽക്കുമ്പം ഈ എ യു എ നമുക്ക് 3 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ അറേഞ്ച്മെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ഫാക്ടോറിയൽ അറേഞ്ച്മെൻറ്റ് വവൽസിനുണ്ട്. വവൽസിനെ ഒരുമിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ആ വവൽസ് തന്നെ അതിൻ്റെ അകത്ത് തന്നെ വവൽസിനെ നമുക്ക് 6 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Corresponding to each of this permutation, we shall have 3 factorial permutation of the 3 vowels A, U, E taken all at a time. Hence, by the multiplication principle, the required number of permutation is equal to 6 factorial into 3 factorial. കാൽക്കുലേറ്റർ ചെയ്താൽ മതി 4320 വരും. By multiplication principle, the required number of permutation is 6 factorial into 3 factorial equal to 4320. ഇനി സെക്കൻഡ് പാർട്ടിൽ പറയുന്ന വവൽസ് ഒരുമിച്ച് വരുന്നില്ല. അപ്പോൾ നമ്മൾ മൊത്തമുള്ള അറേഞ്ച്മെൻറ്റുകൾ നോക്കിയിട്ട് വവൽസ് ഒരുമിച്ച് വരുന്നത് കുറച്ചാൽ പോരെ. കാരണം വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര എണ്ണം ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 8 ലെറ്റർ അറേഞ്ച്മെൻറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി, എന്നിട്ട് അതിൻ്റെ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റുകൾ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് വവൽസ് ഒരുമിച്ച് വരാത്ത അറേഞ്ച്മെൻറ്റുകൾ കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. If we have to count the permutations in which
All vowels are never together. All vowels are never together. If we have to count the permutations in which all vowels are never together, we first have to find all possible arrangements of eight letters. We first have to find all possible arrangements of 8 letters taken all at a time. We first have to find all possible arrangements of 8 letters taken all at a time. If we have to count those permutations in which all vowels are never together, we first have to find all possible arrangements of 8 letters taken all at a time. This can be done in 8 factorial. 8 letters നമുക്ക് 8 factorial ways arrange ചെയ്യാൻ പറ്റും. This can be done in 8 factorial ways. Then we have to subtract from this number. Then we have to subtract from this number the number of permutations in which the vowels are always together. Then we have to subtract from this number the number of permutations in which the vowels are always together. Then we have to subtract from this number the number of permutations in which the vowels are always together. Therefore, the required number of permutations is equal to total 8 factorial ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് vowels together ആയിട്ടുള്ളത് 6 factorial into 3 factorial. So this is equal to 8 into 7 into 6 factorial minus 6 factorial into 6. 3 factorial 6 ആണ്. അപ്പോൾ 6 factorial കോമൺ ആയിട്ട് എടുത്താൽ 8 into 7 56 minus 6. അപ്പം 6 factorial into 15 വരും. ആൻസർ 36,000 വരും. ഇങ്ങനെ ചെയ്യണമെന്നില്ല, കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 8 ഫാക്ടറികളും കണ്ടുപിടിക്കുക, 6 ഫാക്ടറികളുണ്ട്, 3 ഫാക്ടറികളും കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെ സിംപ്ലിഫൈ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്തത് വവൽസ് ഒരുമിച്ചുള്ളതാണ്. വവൽസ് ഒരുമിച്ചുള്ളതിനെ അപ്പോൾ നമ്മൾ ഒറ്റ ഇതായിട്ട് കണ്ടിട്ട് പിന്നെ വവൽസിന് തന്നെ അറേഞ്ച്മെൻറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ 8 ലെറ്റേഴ്സിന് എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് നോക്കി. അതിൻ്റെ അകത്ത് വവൽസ് ഒരുമിച്ചുള്ളത് കുറയ്ക്കുമ്പോൾ വവൽസ് ഒരുമിച്ചല്ലാത്തത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In how many ways can 4 red, 3 yellow and 2 green disc? In how many ways can 4 red, 3 yellow and 2 green disc be arranged in a row if the disc of the same color are indistinguishable. In how many ways can 4 red, 3 yellow and 2 green discs be arranged in a row if the discs of the same color are indistinguishable?
In how many ways can 4 red, 3 yellow and 2 green discs be arranged in a row if the discs of the same color are indistinguishable? അതായത് 4 റെഡും ഐഡൻറ്റിക്കലാണ്, ഏതെണ്ണം എവിടെ വെച്ചാലും ഒരുപോലെ. അപ്പം 4 റെഡിൽ ഏത് റെഡ് ആദ്യം വെച്ചാലും അത് ഒരുപോലെയാണ്. അപ്പം ഇവിടെ എന്താ, ഒരേപോലത്തെ ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒരു ഫോർമുല കണ്ടായിരുന്നു. n ഐറ്റംസിനെ അറേഞ്ച് ചെയ്യുമ്പം P1 ഒരു ടൈപ്പും P2 വേറൊരു ടൈപ്പും P3 വേറൊരു ടൈപ്പും ഉണ്ടെങ്കിൽ നമ്മൾ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു P3 ഫാക്ടോറിയൽ വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഈ ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ എത്രയുണ്ട്? 4 + 3 7 + 2 9 ഡിസ്കുകളുണ്ട്. ഈ 9 ഡിസ്കുകളെ അറേഞ്ച് ചെയ്യുമ്പം 4 എണ്ണം ഒരുപോലത്തെ, 3 എണ്ണം വേറൊരു പോലത്തെ, 2 എണ്ണം വേറൊരു. അപ്പം നമ്മൾ 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ആൻസർ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് ഈസ് ഈക്വൽ ടു 4 + 3 + 2 = 9. Out of the 9 discs, 4 are of first kind. Out of the 9 discs, 4 are of first kind, 3 are of second kind. Out of 9 discs, 4 are of first kind, 3 are of second kind, and 2 are of third kind. And 3 are of third kind. And 2 are of third kind. And 2 are of third kind. Therefore, number of arrangements is equal to 9 factorial divided by 4 factorial into 3 factorial into 2 factorial. നമ്മൾ യൂസ് ചെയ്ത ഫോമുല n factorial divided by P1 factorial into P2 factorial into P3 factorial. അപ്പോൾ 9 into 8 into 7 into 6 into 4 factorial divided by 4 factorial into 3 factorial നമുക്ക് 6 എന്ന് എടുക്കാം. 2 factorial 2. അപ്പോൾ 4 factorial പോയി, 6 പോയി, പിന്നെ ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4. അപ്പം 9 into 20, 6 into 5 കൂടെ ഉണ്ടേ, ഇവിടെ ഞാൻ 5 ഇട്ട് പോയത്. 6 into 5 into 4 ഫാക്ടോറിയലാണേ. അപ്പം 4 into 5 20, 9 into 7 630. അപ്പോൾ 630 into 20 വരും. 63 into 9 into 7 63 into 20 1260. Next question. Find the number of different arrangements. Find the number of arrangements of the letters of the word independence. Letters of the word independence. Find the number of arrangements of the letters of the word independence. In how many of these arrangements, the number of arrangements ആണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ചോദിച്ചേക്കുന്നതാണ് in how many of these arrangements A, do the word starts with P. Do the word starts with P. ഇതിൻ്റെ അകത്ത് പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വാക്കുകളുണ്ട്? B, do all the vowels always occur together? Do all the vowels always occur together? All the vowels occur together. C, do the vowels never occur together? Do the vowels never occur together? Do the vowels never occur together? D, do the words begin with I? Do the words begin with I and end in P? Begin with I and end in P. Question number പറയാം. Find the number of arrangements of the letters of the word independence. In how many of these arrangements do the words start with P? Do all the vowels always occur together?
Do the vowels never occur together? Do the words begin with I and end in pi? End in P. അപ്പോൾ നമുക്ക് ഓരോരോ പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര വേർഡ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ N എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3. N 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇയോ 1 2 3 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നും ഇയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ഡി പി ഡി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിയുടെയും തീർന്നു. ഇനി മിച്ചമുള്ളത് സി പി ഐ. അപ്പം 7 + 2 9, പിന്നെ 3 അപ്പം ഇതിൻ്റെ അകത്ത് റെപ്പറ്റീഷൻസ് ഉണ്ട്. ആദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെപ്പറ്റീഷൻസ് ഉള്ളതുകൊണ്ട് 12 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ നമുക്ക് എഴുതാം. There are 12 letters of which N appears 3 times. There are 12 letters of which N appears 3 times. 12 letters of which N appears 3 times. E appears 4 times. E appears 4 times and D appears 2 times. And the rest of are different. And the rest all are different. There are 12 letters of which N appears 3 times, E appears 4 times and D appears 2 times, and the rest all are different. Therefore, the required number of arrangements is equal to 12 factorial by 3 factorial into 4 factorial into 2 factorial. അപ്പോൾ 1 6 6 3 2 0 3 2 0 0. അപ്പോൾ 16 63 200. ഇതാണ് ആദ്യം ചോദിച്ചത്. ഇനി എന്താണ്? ഡു ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് പി. അപ്പോൾ പിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 12 ലെറ്ററിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പം ബാക്കിയുള്ളതിനൊന്നും എങ്ങനെ വേണമെങ്കിലും വരാം. ഈ ആദ്യത്തേത് മാത്രം പിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒറ്റ പിയേ ഉള്ളൂ, അത് ആ പിയിൽ സ്റ്റാർട്ട് ചെയ്യണം. മിച്ചമുള്ള 11 ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് മിച്ചമുള്ള 11 ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ വരും? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, പിന്നെ റെപ്പറ്റീഷൻസ് ഉള്ളതുകൊണ്ട് 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പം ആ ഫസ്റ്റ് പൊസിഷൻ മാത്രം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ബാക്കിയുള്ളത് മിച്ചമുള്ള 11 തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എ പാർട്ട്, ലെറ്റ് us fix P at extreme left position. Let us first fix P at extreme left position. Then we count the arrangements of the remaining 11 letters. Then we count the arrangements of the remaining 11 letters. Therefore, the number of words starting with P is equal to 11 factorial divided by 3 factorial into 4 factorial into 2 factorial. The number of words starting with P is equal to 11 factorial divided by 3 factorial into 4 factorial into 2 factorial. ചെയ്യുമ്പം 138600 വരും. 138600. ഇനി ബി പാർട്ട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. അപ്പോൾ വവൽസിൻ്റെ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര വവൽസ് ഉണ്ട്? ഐ ഒരു പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെയുള്ളത് ഇ എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 ടൈംസ് വരുന്നുണ്ട്. വേറെ വവൽസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് മൊത്തം 5 വവൽസ് ഉണ്ട്. അതിൽ തന്നെ 4 ഐഡൻറ്റിറ്റിക്കില്ല.
ഐഡൻറ്റിക്കലാണ്. അപ്പോൾ 5 വവൽസിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 വവൽസിനെ നമുക്ക് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് 4 ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഈ 5 വവൽസിന് ശരിക്കും നമുക്ക് 5 രീതിയിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇ ഇ ഇ ഇ ഐ എന്നുള്ളതാണ്. അപ്പം ഐ ഇവിടെ വന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ഐ ഈ പൊസിഷൻ വന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ഇവിടെ വന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ഇവിടെ വന്ന ഒരു അറേഞ്ച്മെൻറ്റ്, ഇവിടെ വന്ന ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ മൊത്തം 5 അറേഞ്ച്മെൻറ്റേ വരത്തുള്ളൂ. കാരണം ഈ ഇയും തമ്മിലൊന്നും വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമുക്ക് വൗവൽസിനെ നമുക്ക് 5 രീതിയിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു വൗവൽസിനെ എല്ലാം കൂടെ നമ്മൾ ഒറ്റ ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഇ ഇ ഇ ഇ ഇ ഐ എന്നുള്ളത് ഒറ്റ ലെറ്റർ. അപ്പോൾ 5 എണ്ണം കഴിഞ്ഞു. പിന്നെ മിച്ചമുള്ള 7 ഒരുമിച്ചെടുത്തു. അപ്പോൾ 7 + 1 8 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതി. നമ്മൾ വൗവൽസിൻ്റെ അകത്ത് എല്ലാം കൂടെ ഒരുമിച്ചെടുത്തു, മിച്ചമുള്ള ലെറ്റേഴ്സ് 7 എണ്ണം. അപ്പോൾ 7 + 1 8 ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിൽ തന്നെ ഈ ലെറ്റേഴ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ്, 7ൻ്റെ അകത്ത് നമുക്ക് n 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് d 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ട ഈ വൗവൽസിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ഓരോ വൗവൽസിനെ ഇത് നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഇൻറ്റു 5 ടൈംസ് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എഴുതാം. ബി പാർട്ട്, ദർ ആർ 5 വൗവൽസ് ഇൻ ദ ഗിവൺ വേർഡ്. There are 5 vowels in the given word, which are 4 E's and 1 I. Which are 4 E's and 1 I. Since they have to always occur together, we treat them as a single object. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക. ഇ ഇ ഇ ഇ ഐ. We treat them as a single object for the time being. Since they have to always occur together, we treat them as a single object for the time being. This single object together with the 7 remaining objects will account for 8 objects. ഇപ്പോൾ ഇതൊന്ന് മിച്ചമുള്ളത് 7 will account for 8 objects. This single object together with 7 remaining objects will account for 8 objects. These 8 objects in which there are 3 n's and 2 d's can be rearranged in these 8 objects in which there are 3 n's and 2 d's can be rearranged in these 8 objects in which there are 3 n's and 2 d's can be rearranged in 8 factorial divided by 3 factorial into 2 factorial. These 8 objects in which there are 3 n's and 2 d's can be arranged in 8 factorial into 3 factorial into 2 factorial ways. അടുത്ത ലൈനിൽ corresponding to each of these arrangement the 5 vowels can be arranged in corresponding to each of this arrangement the 5 vowels can be arranged in 5 factorial divided by 4 factorial ways. Corresponding to each of this arrangement the 5 vowels can be arranged in 5 factorial divided by 4 factorial ways.
അതായത് നമ്മൾ ഇതിനെ വവൽസ് അല്ലാത്ത എല്ലാം കൂടെ 7 ആയിട്ട് എടുത്തു, പിന്നെ മിച്ചമുള്ളത് 1. അപ്പം മൊത്തം 8 ലെറ്റേഴ്സ്. അതിൽ തന്നെ ഇത്ര റെപ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇത്ര. പിന്നെ ഈ ഓരോ അറേഞ്ച്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും വവൽസ് 5 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore, by multiplication principle, the required number of arrangements is equal to 8 factorial by 3 factorial into 4 factorial into 5. 16,800. ഇനി സി പാർട്ട് എളുപ്പമാണ്, കാരണം വവൽസ് നെവർ ഒക്കർ ടുഗദർ. അപ്പോൾ വവൽസ് ഉള്ളത് ഒരുമിച്ചുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. സി ദ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ദ വവൽസ് നെവർ ഒക്കർ ടുഗദർ ഈസ് ഈക്വൽ ടു the number of words in which the vowels never occur together is equal to total number of arrangement minus total number of arrangements minus number of arrangements in which vowels together. Total number of arrangements minus number of arrangements in which all the vowels occur together. The required number of arrangements is equal to total number of arrangements minus the number of arrangements in which all the vowels occur together. All vowels occur together. അപ്പം അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും. 1663,200 minus 16,800 ചെയ്യുമ്പോൾ 16,464,000 എന്ന് വരും. 16,464,000. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ടായിരുന്നു. ദ വേർഡ്സ് ബിഗിൻ വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി, അല്ലേ? അപ്പം ഡി പാർട്ടിൽ ഐയിൽ തുടങ്ങി, പിന്നെ ഇടയ്ക്കത്തെ എന്ത് തന്നെയാണെങ്കിലും പ്രശ്നമില്ല, പിയിൽ അവസാനിക്കണം. അപ്പം ഇടയ്ക്കത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇടയ്ക്ക് 10 ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പം മൊത്തം 12 എണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐയിലും എൻഡ് ചെയ്യുന്നത് പിയിലും എന്ന് പറയുമ്പോൾ ആ 2 പൊസിഷൻ ഫില്ല് ചെയ്തിട്ട് മിച്ചമുള്ള 10 എണ്ണം നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. ആ 10 എണ്ണത്തിൽ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് എൻ, ഇൻഡിപെൻഡൻസിൻ്റെ അകത്ത് എൻ നമുക്ക് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഡി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 10 എണ്ണത്തിൽ ഇത്ര റെപ്പറ്റേഷൻ കൂടെ ഉള്ളതുകൊണ്ട് 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ ഡി പാർട്ട് വി ഫിക്സ് ഐ ആൻഡ് പി, and I at the end points. I at the left, ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി, I at the left and P at the right. 2 എക്സ്ട്രീം എൻഡ് പോയിന്റുകളിൽ നമ്മൾ ഫിക്സ് ചെയ്തു. വി ഫിക്സ് P and I at the extreme ends. എന്നിട്ട് I at left and P at right. Remaining there are 10 letters. Of which there are 4 E's, 2 D's and 3 N's. Therefore, the required number is 10 of words is equal to 10 factorial by 4 factorial into 2 factorial into 3 factorial. 12,600 വരും. The required number of arrangements is equal to 10 factorial by 4 factorial into 2 factorial. അപ്പം ആൻസർ 12,600 വരും.